Assalamualaikum. Welcome to Fatima's Kitchen. ഞാൻ ഇന്ന് നിങ്ങളെ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് വളരെ ഈസിയായി വളരെ സ്മൂത്തായി ചെയ്യാൻ പറ്റുന്ന ഒരു കിണ്ണത്തപ്പമാണ്. നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. കിണ്ണത്തപ്പത്തിന് ആവശ്യമായ ഈ അളവ് ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് അരിയെടുത്ത് കുതിർത്തി 2 മണിക്കൂർ കുതിർത്തി വെച്ചത്, 1/4 കപ്പ് ചോറ്, ആവശ്യത്തിന് പഞ്ചസാര, തേങ്ങാപ്പാൽ, അരി അളന്ന ഗ്ലാസ്സിന് 2 ഗ്ലാസ്, ഒരു മുട്ട, ഏലക്കാപ്പൊടി എല്ലാം കൂടി നമുക്കൊന്ന് മിക്സിയിലൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല മയപ്പെടുത്തി അരിച്ച് എടുക്കണം. കുതിർത്തി വെച്ചിരുന്ന പച്ചരിയും മറ്റും എല്ലാം കൂടി മിക്സിയിൽ അരച്ചതിന് ശേഷം അരിച്ചെടുത്ത മിക്സ് ആണിത്. നല്ല കട്ടിപ്പാല് വേണം ഇതിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട്. അരി 1 ഗ്ലാസ് ആണെങ്കിൽ 2 ഗ്ലാസ് ആണ് കട്ടിപ്പാല് ചേർക്കേണ്ടത്. അതിനുശേഷം നല്ലതുപോലെ ഇളക്കി മിക്സ് ആക്കിയതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്റ്റീമറിൽ ഒരു 25 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കണം. ഇതിലേക്ക് എടുക്കുന്ന തേങ്ങ നല്ല മൂപ്പുള്ള നല്ല തേങ്ങ ആയിരിക്കണം, എങ്കിൽ നല്ല കട്ടിപ്പാല് കിട്ടും. ഇങ്ങനെ നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം. അടച്ച് വെച്ചതിന് ശേഷം 25 മിനിറ്റ് ആവിയിൽ വേവണം. ഇതിനിടയിൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തുറന്നിട്ട് നല്ല ജീരകത്തിൻ്റെ പൊടി കുറച്ച് വിതറി കൊടുക്കാം. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള മിക്സും എല്ലാം റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ എല്ലാ കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. നോക്കൂ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള കിണ്ണത്തപ്പം റെഡി ആയിട്ടുണ്ട്. തൊട്ട് നോക്കുമ്പോഴേ അറിയാം നല്ല സോഫ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.